വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ ദുരൂഹതയേറുകയാണ്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമുക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകി മദ്യലോബികൾക്ക് സഹായം ചെയ്യുകയാണ് സർക്കാർ. ഇതേസമയം കർണാടകവും കേരളവും തമ്മിലുള്ള മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണ് പിന്നിലെന്ന് BJP കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബജറ്റിൽ നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ വിവാദങ്ങളും വിമർശനങ്ങളും ശക്തമാവുകയാണ്. ഇതിനിടയിൽ ദുരൂഹതയും ഏറുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള നീക്കത്തിൽ വിമർശനം ഉയരുന്നതോടൊപ്പം വീണ്ടും മദ്യമൊഴിക്കാനുള്ള നീക്കവും സംശയിക്കുകയാണ്. കേരളവും കർണാടകവും തമ്മിലുള്ള ഡീലാണ് പിന്നിലെന്നും കർണാടകവും കേരളവും തമ്മിലുള്ള മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണ് തീരുമാനമെടുക്കാൻ കാരണമെന്നും BJP പറയുന്നു. ഒരു തലമുറയെ മദ്യത്തിന് അടിമയാക്കാനാണ് സർക്കാർ നീക്കമെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് VB ഗോപകുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ മദ്യത്തിന് അടിമയാക്കാൻ രണ്ട് സർക്കാരും ശ്രമം നടത്തുന്നുവെന്നും വിമർശനം. മദ്യ നികുതിയിൽ ഈ ഗവൺമെന്റ് വി ഡി സതീശന്റെ ഗവൺമെന്റ് ഇളവ് വരുത്തിയിരിക്കുന്നു. ഇത് കർണാടക കേരള ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു ഡീലാണ്. DK VDയും തമ്മിൽ മദ്യനയത്തിൽ വരുത്തിയിട്ടുള്ള ഒരു ഡീല്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു പുതിയ മദ്യ ഇടനാഴി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഡീലിലൂടെ DKയും VDയും. വീര്യം കുറഞ്ഞ മദ്യം വിലകുറച്ച് കൂടുതൽ സുലഭമാക്കുന്നത് കൗമാരപ്രായക്കാരെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ള കൂടുതൽ പേരെ മദ്യാസക്തിയിലേക്ക് നയിക്കുമെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് BJPയും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.